ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യം AI രംഗത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇന്ത്യയെ ആഗോള നേതൃനിരയിലേക്ക് ഉയർത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ AI ഭാവി കെട്ടിപ്പടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇംപാക്ട് ഉച്ചകോടിയോട് അനുബന്ധിച്ച് വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കും. കേരളത്തിൽ SIRുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2ാം വനിതാ T20യിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം. ICC T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ സിംബാബ്വേക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പുത്തൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യ അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വിപുലവും ഐതിഹാസികവുമായ നിർമ്മിത ബുദ്ധി ഉച്ചകോടി സംഘടിപ്പിക്കാൻ സാധിച്ചത് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾച്ചേർത്ത് നവീകരണത്തിൽ അധിഷ്ഠിതമായ AI ഭാവിയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ ലീഡേഴ്സ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരസ്പര വിശ്വാസവും കൈകോർക്കുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ വ്യക്തമായ സ്വാധീനം ദൃശ്യമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായുള്ള ഇന്ത്യയുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मानव विजन प्रस्तुत करता हूं. M moral systems, AI ethical guidance पर आधारित हो. A accountable governance, transparent rules and national sovereignty. जिसका डेटा उसका अधिकार. A accessible and inclusive. AI monopoly नहीं, multiplier बने. V valid, AI lawful हो. ഇന്ത്യയുടെ AI രംഗത്തെ മുന്നേറ്റങ്ങൾ പരിവർത്തനാത്മക സാങ്കേതിക വിദ്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തെ ആഗോള നേതാവാക്കി ഉയർത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. AI ഇംപാക്ട് ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന നിർമ്മിത ബുദ്ധിയോടുള്ള രാജ്യത്തിന്റെ ദീർഘവീക്ഷണവും ഉത്തരവാദിത്ത സമീപനത്തെ കുറിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ UAE ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് ചർച്ചയായി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച പുരോഗതിയിൽ നേതാക്കൾ സംതൃപ്തി പ്രകടിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിർമ്മിത ബുദ്ധിയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സാമൂഹിക പരിവർത്തനത്തിന് സഹായകമാകുന്ന ഘടകമായി നിർമ്മിത ബുദ്ധിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുവാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റുമായും ഹെലനിക് റിപ്പബ്ലിക് പ്രധാനമന്ത്രിയുമായും ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്തെ സൌജന്യ വിതരണ സംസ്കാരം സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തുന്നതായി സുപ്രീം കോടതി. പല സംസ്ഥാനങ്ങളും റവന്യൂ കമ്മിയിലാണെങ്കിലും വികസനത്തിന് മുൻഗണന നൽകുന്നതിന് പകരം സൌജന്യ വിതരണങ്ങൾ ചെയ്യുകയാണെന്ന് കോടതി വിമർശിച്ചു. സൌജന്യ വിതരണങ്ങൾക്ക് പകരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സുരക്ഷ, അതിർത്തി മേഖലയിലെ വികസനം, പ്രാദേശിക പുരോഗതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. ഇന്തോ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തെ നാഥൻപൂർ ഗ്രാമം സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും. സിൽച്ചാറിൽ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ 2ാം ഘട്ടത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 131ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ ചേരും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. അംഗീകൃത ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. ആഗോള സമ്പദ്വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക ധാതുക്കൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ക്രിട്ടിക്കൽ മിനറൽസ് ലാൻഡ്സ്കേപ്പ് 2ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ, ലിഥിയം, കോപ്പർ അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വളർന്നുവരുന്ന മേഖലകളുടെ നട്ടെല്ലാണ് നിർണായക ധാതുക്കളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में हमने मिशन मोड पर क्रिटिकल मिनरल का विषय पर हम काम शुरू किया है. इसके लिए लगभग 32,000 करोड़ से 16,000 करोड़ बजट से प्रावधान किया है. रिमेनिंग 16,000 करोड़ हमारा PSU से हम उसको प्रोविजन किया है. 32,000 करोड़ से नेशनल क्रिटिकल मिनरल मिशन का हम इसका काम शुरुआत किया है, क्योंकि भारत में रिफॉर्म का एक्सप्रेस आगे बढ़ना चाहिए. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ മാസം 21, 22 തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 21-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 22-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുമാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കേരളത്തിൽ ഇന്നും നാളെയും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ കാൻബറയിൽ നടന്ന 2ാം വനിതാ T20-യിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 20 ഓവറിൽ 9 വിക്കറ്റിന് 144 റൺസ് എടുക്കാനേ ആയുള്ളൂ. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ സിംബാബ്വേക്ക് 6 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 19.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് നേടി. ഇന്ന് നടക്കുന്ന 3ാമത്തെ മത്സരത്തിൽ ടോസ് നേടിയ കാനഡ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയച്ചു. സർവകലാശാല അധ്യാപക സെലക്ഷൻ കമ്മിറ്റിയിൽ UGC ചട്ടപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഗവർണറുടെ പ്രതിനിധിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിട്ടു. സംസ്ഥാനത്തെ എല്ലാ VC-മാർക്കും ഗവർണറുടെ ഉത്തരവ് പ്രകാരം ലോക്ഭവൻ കത്തയച്ചു. ചണ്ഡീഗഡിൽ ഗഗൻയാൻ ദൌത്യത്തിനായുള്ള ഡ്രോഗ് പാരാഷൂട്ടിന്റെ ക്വാളിഫിക്കേഷൻ ലെവൽ ലോഡ് ടെസ്റ്റ് DRDO വിജയകരമായി പൂർത്തിയാക്കി. സാധാരണ ഫ്ലൈറ്റ് ലോഡുകളേക്കാൾ ഉയർന്ന ലോഡുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ പരീക്ഷണം പാരച്യൂട്ട് രൂപകൽപ്പനയിലെ അധിക സുരക്ഷാ മാനദണ്ഡങ്ങൾ തെളിയിക്കുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ഹർജി നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃക ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഈ മാസം 25-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കായുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി നിർവഹിക്കും. ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1236 പോയിന്റ് താഴ്ന്ന് 82,498-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 365 പോയിന്റ് ഇടിഞ്ഞ് 25,454-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം AI രംഗത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇന്ത്യയെ ആഗോള നേതൃനിരയിലേക്ക് ഉയർത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ AI ഭാവി കെട്ടിപ്പടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇംപാക്ട് ഉച്ചകോടിയോടനുബന്ധിച്ച് വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കും. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2ാം വനിതാ T20-യിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം. ICC T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ സിംബാബ്വേക്ക് 6 വിക്കറ്റ് ജയം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.